അസ്സലാമു വെൽക്കം ടു ഷാനാനസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങളെല്ലാവരും നല്ല കുറച്ച് പേരൊക്കെ കുറച്ച് അധികം പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് ഷെയർ ചെയ്യുമെന്ന്. പക്ഷേ നമ്മൾ ഇന്ന് സ്കിൻ കെയർ റൂട്ടീൻ ആയിട്ടല്ല വന്നിട്ടുള്ളത്. എൻ്റെ ഒരു കറന്റ് സ്കിൻ കെയർ റൂട്ടീൻ നമുക്ക് ഷെയർ ചെയ്യാം. സൂൺ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടാവില്ല. അതായത് നമ്മൾ കംപ്ലീറ്റ് അത് ഫിനിഷ് ചെയ്ത് വടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു 5 പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. സോ അതെനിക്ക് അത്രയും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആവും. സോ നമ്മൾ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കുന്ന ഒരാളാണ്. എന്നാലും ചില പ്രൊഡക്റ്റ് എനിക്ക് അത്ര ഇഷ്ടമായെന്ന് വരില്ല. അപ്പോൾ ഞാൻ പകുതി വെച്ച് കംപ്ലീറ്റ് അത് ഇഷ്ടമായില്ല എന്ന് വിചാരിച്ച് കംപ്ലീറ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. ചിലർ അത് വാങ്ങിയല്ലോ എന്ന് വിചാരിച്ച് നമുക്കത് യൂസ് ചെയ്ത് നോക്കാം. എന്താ അറിയില്ല, ഞാൻ ആ ക്യാരക്ടറല്ല. ഞാനത് എനിക്ക് ഓക്കെ അല്ലാന്ന് വിചാരിക്കുമ്പോൾ ഞാനത് പകുതി വെച്ച് നിർത്തും. എന്നാൽ എനിക്കത് അത്രയും വർക്ക് ആവുന്നുണ്ട്, അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനത് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ്, ഒരു 5 പ്രോഡക്ട്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ ഇതും എടുത്തിട്ട് പ്രൊഡക്റ്റൊക്കെ തപ്പിപ്പിടിച്ച് എടുത്തിട്ട് കാലി ഈ ഡബ്ബൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വന്ന് എന്താന്ന് വെച്ചാൽ നമ്മുടെ ആമസോണിൽ ഇപ്പോൾ ബിഗ്ഗസ്റ്റ് ബ്യൂട്ടി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 25 മുതൽ 29 വരെയാണ് ഈ ഒരു സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈമിന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കണം എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി. കാരണം നല്ല ഓഫർ പ്രൈസിൽ വാങ്ങാമല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇതൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്ലെൻസറാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്തിട്ടില്ലെങ്കിലും എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ക്ലെൻസിങ്. അപ്പോൾ ഈ ഒരു സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സെറ്റാഫിലിൻ്റെ 2 ടൈപ്പ് ക്ലെൻസേഴ്സ് വരുന്നുണ്ട്. അതായത് 2 ടൈപ്പ് എന്ന് പറയുമ്പോൾ 2 സ്കിന്നിനുള്ളത്. അതായത് ഒന്ന് ഓയിലി സ്കിന്നിന് വരുന്ന ഒരു ക്ലെൻസർ ഉണ്ട് സെറ്റാഫിലിൻ്റെ, അതേപോലെ തന്നെ ജെന്റൽ സ്കിൻ ക്ലെൻസർ, ഡ്രൈ ടു നോർമൽ ആൻഡ് സെൻസിറ്റീവ് സ്കിന്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു നോർമൽ സ്കിൻ ആണെങ്കിലും അതേപോലെ ഓയിലി സ്കിൻ അല്ലാത്തവർ ആരാണെങ്കിൽ കൂടിയും, സെൻസിറ്റീവ് കോമ്പിനേഷൻ നോർമൽ സ്കിൻ ആരാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയാൻ മതിയാവും, കാരണം ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഒരു സെറ്റാഫിലിൻ്റെ ജെന്റൽ സ്കിൻ ക്ലെൻസർ. ഇത് ഫസ്റ്റ് ഒന്ന് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ലായിരുന്നു. കാരണം ഇത് ഭയങ്കര പതയുന്ന ടൈപ്പ് അല്ലല്ലോ, നമുക്കൊരു ഇത് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇത് നമ്മളൊരു ജെന്റൽ ക്ലെൻസറാണ്. ഇപ്പം നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഭയങ്കരമായിട്ട് നല്ല ഫൗണ്ടേഷനൊക്കെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യരുത് എന്നല്ല. ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഈ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും മേക്കപ്പ് യൂസ് ചെയ്യും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരു ക്ലെൻസിങ് ഓയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ക്ലെൻസിങ് ബാമ്പ് വെച്ചിട്ട് നമ്മൾ ആദ്യം ഫേസ് നന്നായിട്ട് ആ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ജെന്റൽ സ്കിൻ ക്ലെൻസർ യൂസ് ചെയ്യണം. ഓക്കെ, അല്ലാതെ ഇത് മാത്രം യൂസ് ചെയ്താൽ നമ്മൾ മേക്കപ്പ് ഒന്നും റിമൂവ് ആവില്ല. ഇതൊരു ജെന്റൽ സ്കിൻ ക്ലെൻസറാണ്. നമുക്ക് അല്ലാതെ ഇപ്പോൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഇത് മതി കേട്ടോ. ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് 4-ാമത്തെ ബോട്ടിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, 4-ാമത്തെ ബോട്ടിൽ എങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ആ ഒരു ഓയിലി സ്കിന്നിൻ്റെ വാങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് എനിക്ക് സ്യൂട്ടായിട്ടില്ല. കാരണം എൻ്റെത് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ നിങ്ങൾ ഓയിലി സ്കിൻ അല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്താൽ മതി. കോമ്പിനേഷൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്താൽ മതി. ഇത് അടിപൊളിയാണ്. ഇപ്പോഴും ഞാൻ എൻ്റെ ബാത്റൂമിൽ നിന്ന് എടുത്ത് വന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. സോ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരുന്നത്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 399 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ വാങ്ങിക്കാമല്ലോ. ഈ ഒരു സമയത്ത് സെയിൽ നടക്കുമ്പോൾ അതുകൊണ്ടാണ് എടുത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ വാങ്ങിക്കാം. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് വിറ്റമിൻ B3 ആൻഡ് പ്രോ വിറ്റമിൻ B5, അതായത് നയാസിനമൈഡൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത്. നമ്മളെ സ്കിന്നിന് നല്ലതാണ്, പിന്നെ അടിപൊളിയാണ്. ഒരു ജെന്റൽ സ്കിൻ ക്ലെൻസറാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ മേക്കപ്പ് ഇടുന്നവരാണെങ്കിലും മേക്കപ്പ് ഇടാത്തവരാണെങ്കിലും ഒക്കെ അത് മതി. പക്ഷെ ഇടുന്നവരാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ക്ലെൻസിങ് ബാം യൂസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഇങ്ങനൊരു ജെന്റൽ സ്കിൻ ക്ലെൻസറാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ്. സോ ഇതിൻ്റെ ജസ്റ്റ് ഞാനൊരു കാണിച്ചു തരാം. ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു വാട്ടറി കൈൻഡ് ഓഫ് ഒരിതാണ്. ഭയങ്കര നമുക്ക് ഫേസിൽ ഇങ്ങനെ
പതയില്ല കേട്ടോ, നല്ലോണം പതയില്ല. എന്നാൽ നമുക്ക് ഒരു ഓയിൽ കണ്ടന്റ് ഉള്ള പോലെ നമ്മളെ ഫേസ് ഭയങ്കര ഡ്രൈ ആക്കില്ല. നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആക്കില്ല. ഒരു നല്ലൊരു ഹൈഡ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും ഇത് വെച്ചിട്ട് നമ്മൾ സ്കിന്ന് വാഷ് ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, എപ്പോഴും ഓൾ ടൈം ഫേവറേറ്റിൽ വന്നിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്നിട്ടുള്ളത്. സോ സെക്കൻഡ് പ്രോഡക്റ്റ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സെക്കൻഡ് പ്രോഡക്റ്റ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഷോർട്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ ഷോർട്ട് വീഡിയോസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു സെപ്പറേറ്റ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പ്ലമ്മിൻ്റെ നയാസിനമൈഡ് 10% നയാസിനമൈഡ് സെറാണ്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴും, അതായത് ഞാൻ അന്ന് ഞാനത് കാണിക്കുന്ന സമയത്ത് ഞാനത് ആ ഒരു ബോട്ടിൽ തന്നെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താ പറയുക, പിയാവക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇടയ്ക്ക് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു 3-4 ബോട്ടിൽ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ, ഒരു സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മളെ മറ്റേ ഡ്രസ്സിൻ്റെ വീഡിയോസ് എല്ലാം കൂടി വരുന്നതിനോണ്ടാണ്. സോ ഇത് ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഓഫർ ടൈമിൽ നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഒരു കാലിടപ്പോൾ ഞാൻ എടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ ഞാൻ ഫിനിഷ് ചെയ്തതാണ്. ഇതിലൊന്നുമില്ല, ഇത് ഫിനിഷ് ചെയ്തതാണ്. സോ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു മെയിനായിട്ട് എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ളത് നയാസിനമൈഡ് പ്ലസ് റൈസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മളെ സ്കിന്ന് ഒന്ന് ബ്രൈറ്റ് ആക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ കൊറിയൻ സ്കിൻ കെയറിലൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ റൈസ് പൗഡറൊക്കെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മളെ കൊറിയൻ സ്കിൻ കെയറിൽ. നമുക്കറിയാമല്ലോ അവരുടെ സ്കിൻ കെയർ എത്രത്തോളം അടിപൊളിയാണെന്ന്. ഞാനിപ്പോൾ കുറച്ച് കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ എന്തായാലും അത് പറയാം കേട്ടോ, അതെങ്ങനെയുണ്ട്, വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇത് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് 10% നയാസിനമൈഡ് സെറോ ആണ് നമ്മളെ ഫേസിൽ. നയാസിനമൈഡ് പിന്നെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, നയാസിനമൈഡ് ഏതൊരാൾക്കും നമ്മളെ സ്കിൻ കെയർ റൂട്ടീനിൽ ഇപ്പോൾ സെൻസിറ്റീവ് ആണെങ്കിലും നോർമൽ ആണെങ്കിലും കോമ്പിനേഷൻ ആണെങ്കിലും ആക്നി പ്രോൺ ഏത് തരത്തിലുള്ള സ്കിന്നിൽ വരുന്നവർക്കും ഈ ഒരു നയാസിനമൈഡ് സെറം അവരുടെ സ്കിൻ കെയർ റൂട്ടിൽ എന്തായാലും ഉൾപ്പെടുത്തണം. ഈ ആലിയ ഭട്ട് പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു ഇതിൽ നമ്മൾ ഏറ്റവും ഫേവറേറ്റ് അവരുടേത് ഈ നയാസിനമൈഡ് സെറാണ്. കാരണം ഇത് നമ്മളെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ പോസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളെ റിങ്കിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ചുളിവ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സെറമാണ് നയാസിനമൈഡ്. ഓക്കെ, അടിപൊളിയാണ്. അത്യാവശ്യം കുറേ പേർക്കൊക്കെ നമ്മൾ സ്കിൻ കെയർ റൂട്ടീനൊക്കെ അത്യാവശ്യം ചെക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇത് അറിയാൻ മതിയാവും. ഇപ്പോൾ ബിഗിനർ ആണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് സെറം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 349 റുപ്പീസാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്കിത് ഓഫർ പ്രൈസിൽ കിട്ടും. സോ ലിങ്ക് എല്ലാം കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതും കഴിയാറായിട്ടുണ്ട്. അതിനോട് ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്ത് മാറിപ്പോയി. ഞാൻ പറഞ്ഞില്ല ഞാൻ ഒന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. യെസ്, ഇതാണ് മാറിപ്പോയതാണ്. ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതും ഒരു മിൽക്കി വാട്ടറി കൺസിസ്റ്റൻസി അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പം അതിലിതും കഴിയാറായിട്ടുണ്ടെന്ന്. ഇത്രയും ഞാൻ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം അടിപൊളിയായിരിക്കും, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഏതൊക്കെ ടൈമിലാണ് യൂസ് ചെയ്യേണ്ടത്, 2 times ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, മോർണിംഗും ഈവനിങ്ങും നയാസിനമൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് എന്തായാലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഞാൻ നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ് വിറ്റമിൻ സി സെറം. അല്ലെങ്കിൽ വിറ്റമിൻ സിൻ്റെ ഫേസ് വാഷ് ആണെങ്കിലും സെറം ആണെങ്കിലും എല്ലാം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ്.
സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ് അയാളെ യൂസ് ചെയ്യുന്നത്. എന്തായാലും എല്ലാ ബിഗിനേഴ്സിൻ്റെയും സ്കിൻ കെയർ റൂട്ടിൽ വിറ്റമിൻ സി സിറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെ സ്കിന്നിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ, അതായത് ആ ഒരു റേഡിയൻറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ വിറ്റമിൻ സി സിറം വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളെ ബോഡിക്കും വിറ്റമിൻ സി നമ്മൾ ഓരോ ഫുഡിൽ നിന്നും കിട്ടുന്നതൊക്കെ അല്ലേ, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരാളാണല്ലോ, ഈ ഒരു ആക്റ്റീവ് ആണല്ലോ നമ്മളെ വിറ്റമിൻ സി സിറം, വിറ്റമിൻ സി. ഓക്കെ, അപ്പോൾ ഈ ഒരു വിറ്റമിൻ സി സിറൻ്റെ വിറ്റമിൻ സിയുടെ ഒരു ബെസ്റ്റ് സെറം ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കാലിടപ്പ, ഇത് കാലിയാണ്, ഇതിലൊന്നുമില്ല, ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് മിനിമലിസ്റ്റിൻ്റെതാണ് കേട്ടോ. മിനിമലിസ്റ്റിൻ്റെ വിറ്റമിൻ സി 10% ഫേസ് സെറം വിത്ത് എന്താ പറയുക പോളിഹൈഡ്രോക്സി ആസിഡ്, സെൻഡല്ല, അങ്ങനെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി വരുന്നുണ്ട്. ബ്രൈറ്റൻസ് ആൻഡ് ഇലുമിനേറ്റ് സ്കിൻ, നമ്മളെ സ്കിൻ ഇലുമിനേറ്റ് ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനൊക്കെ വളരെ 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 അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഞാൻ ഒന്ന് കംപ്ലീറ്റ് യൂസ് ചെയ്ത്, ഒന്നല്ല കേട്ടോ, ഒന്നുകൂടി ഉണ്ടെന്ന് തോന്നുന്നു, യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് വാങ്ങിച്ചിട്ടുള്ളത്. സോ 10%-ൻ്റെ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഒരു 16%-ൻ്റെ ഉണ്ട്. 10%-ൻ്റെ മതി, അത് മതി. ഇപ്പം നിങ്ങൾ ബിഗിനർ ആണെങ്കിലും ഒക്കെ, ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ള നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ മിനിമലിസ്റ്റിൻ്റെത്. നിങ്ങൾക്ക് ബിഗിനർ ആണെങ്കിലും ഇപ്പം നിങ്ങൾ വിറ്റമിൻ സി സിറം നമ്മൾ സ്കിൻ കെയർ റൂട്ടീൻ കറക്റ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്നാൽ ആഡ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. കാലിടപ്പ കാണിച്ചു തന്നില്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 600 സംതിങ് ആണ്, 699 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇത്ര പ്രൈസ് വരില്ല, നിങ്ങൾക്ക് അതിലും കുറവിൽ നിങ്ങൾക്ക് കിട്ടും. എന്തായിട്ടും ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കാം. അടിപൊളിയാണ്, ഭയങ്കര വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. വിറ്റമിൻ സി സിറം വാങ്ങിക്കാനിരിക്കുന്നവരാണെങ്കിൽ, ബിഗിനർ ആണെങ്കിലും ഒക്കെ തന്നെ, ഇത് ബിഗിനർ ആണെങ്കിൽ ഇതും ട്രൈ ചെയ്ത് നോക്കാം, വാങ്ങിക്കാനിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു ഞങ്ങൾക്ക്. ഇതൊരു ചെറിയൊരു യെല്ലോ ടിൻറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള, നമ്മുടെ ഫേസിൽ പെട്ടെന്ന് അബ്സോർവ് ആവട്ടെ. എനിക്കിങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം എന്താ, ഇത് അതുകൊണ്ടും കൂടിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇത് നമ്മളെ ഫേസിൽ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവും, ഭയങ്കര ഇങ്ങനെ സ്റ്റിക്കി ആവില്ല, ഒരു ഇന്നർ ഗ്ലോ ഫീൽ ചെയ്യും കേട്ടോ. ഒരു ഇന്നർ ഗ്ലോ ഫീൽ ചെയ്യും, സ്റ്റിക്കി ആയിട്ട് ഇരിക്കില്ല. കാരണം എനിക്ക് അങ്ങനത്തെ പ്രൊഡക്റ്റ് ഇഷ്ടമില്ല, ഞാൻ അങ്ങനത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യൂല, കംപ്ലീറ്റ് ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ളത് എനിക്ക് കംപ്ലീറ്റ് യൂസ് ചെയ്യാൻ കഴിയില്ല, കാരണം എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത പ്രോഡക്റ്റ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഞാൻ നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇയാളെ കാണിച്ചു തരാം, ടോണർ. ക്ലെൻസിങ്ങിന് ശേഷമാണ് നമ്മൾ ടോണർ സ്റ്റെപ്പ് ഞാൻ വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ടോണറാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഞാനിത് യൂസ് ചെയ്തത് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ? എത്ര യൂസ് ചെയ്തത് കാണാൻ പറ്റില്ലേ? ഇനി ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു ബോട്ടിൽ ഇത്ര യൂസ് ചെയ്തിട്ട് ഇനി ഇത്രയേ ഉള്ളൂ വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാവും. ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അത്രയും അടിപൊളിയാണ്. ഞാൻ പ്ലമ്മിൻ്റെ റോസ് വാട്ടർ അതിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റാർട്ടിങ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ എന്തോ ഞാനത് പകുതി വെച്ച് നിർത്തി, അതെനിക്കെന്തോ അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. കണ്ടോ, ഇത്രയും ഇത് ബാക്കിയുള്ളൂ. അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പോളിഹൈഡ്രോക്സി ആസിഡ് pH 3% വന്നിട്ടുള്ള ഒരു ടോണറാണ്. ടോണർ എന്ന് പറയുമ്പോൾ നമുക്ക് പല ബെനിഫിറ്റ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അതായത് ടോണർ നമ്മൾ ഹൈഡ്രേഷന് യൂസ് ചെയ്യും, സ്കിൻ ഗ്ലോ ആവാൻ യൂസ് ചെയ്യും, അതേപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് യൂസ് ചെയ്യുന്ന ടോണറുണ്ട്, അതേപോലെ റിങ്കിൾസ് കുറയ്ക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോന്നിനും ഓരോന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ സെറൊക്കെ പോലെ തന്നെയാണ് ടോണർ. പക്ഷേ എല്ലാവരും വിചാരം ഈ ടോണർ ഒറ്റ പ്രൊഡക്റ്റാണ്, മീൻസ് അതായത് ഇങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഇല്ല. ഇപ്പോൾ നമ്മൾ ഫേസ് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് വിറ്റമിൻ സി ഫോക്കസ് ചെയ്യും, അതേപോലെ തന്നെ സ്കിന്നിൻ്റെ പോസ് റിഡ്യൂസ് ചെയ്യാനും റിങ്കിൾസ് ഡാർക്ക് സ്പോട്ട് റിഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നയാസിനമൈഡ് കൊടുക്കും, സാലിസിലിക് ആസിഡ് നമ്മൾ ആക്നി പ്രോൺ സ്കിൻ ആണെങ്കിൽ അത് കൊടുക്കും, അങ്ങനെ ചെയ്യും. പക്ഷെ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ടോണർ കേട്ടോ. ചിലർക്ക് അറിയാത്തവരുണ്ടാവും, അറിയാവുന്നവരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ആദ്യമൊന്നും വലിയ പിടുത്തില്ലായിരുന്നു കേട്ടോ, അപ്പോൾ അത്യാവശ്യം അറിയാം. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് സെർച്ച് ചെയ്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റും വാങ്ങിക്കാറ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് പോളിഹൈഡ്രോക്സി ആസിഡാണ്, PHA ഫേസ് ടോണറാണ്. അപ്പോൾ നമ്മളെ ഇയാളെ ഇതെന്താണെന്ന് വെച്ചാൽ ടൈറ്റൻ പോസസ് ഒക്കെ ടൈറ്റൻ ചെയ്യാനും അതേപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനും, ഈ രണ്ട് കാര്യങ്ങളാണ് ഇയാളെ ബെനിഫിറ്റ്. കാരണം എനിക്ക് അത്യാവശ്യമില്ലേ
ഈ റിങ്കിൾസ് വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ആ ടൈമിന് അത് വാങ്ങിച്ചിട്ടുള്ളത് പോസ് റിഡ്യൂസ് ചെയ്യാനും നമുക്ക് ഹൈഡ്രേഷൻ തരാനും ഇത് വളരെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. കാരണം നമുക്കൊരു ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുറത്തിറങ്ങി മേക്കപ്പ് ഇട്ടിട്ട് പുറത്തിറങ്ങിയാലും ഭയങ്കര ഒരു ഗ്ലോ ഫീൽ ചെയ്യുമായിരുന്നു ഈ ഒരു ടോണർ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ഇത് ഫേസ് ടോണർ വിത്ത് മൾട്ടി ബയോട്ടിക്സ് അമിനോ ആസിഡ്സ് പോളി ഗ്ലൂട്ടാമിക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ടൈറ്റൻ പോസസ് ആൻഡ് ഹൈഡ്രേറ്റ്സ് ഫോർ ഓൾ സ്കിൻ ടൈപ്പാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം കേട്ടോ. യെസ്, അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. നമുക്ക് ആക്നി പ്രോണിനും പിന്നെ ഹൈഡ്രേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ സ്കിന്നിനും എന്തായാലും യൂസ് ചെയ്യാം. സോ മിനിമലിസ്റ്റിൻ്റെ ഈ പ്രൊഡക്റ്റ് അടിപൊളിയാണ്. സോ ഇതും ഞാൻ പറഞ്ഞല്ലോ സ്റ്റിക്കി അല്ല, ചിലത് എനിക്ക് അത്ര ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും ടോണർ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 399 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. സോ അതിലും പ്രൈസ് കുറവിൽ നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു കൺസിസ്റ്റൻസി കണ്ടോ, ഒരു വാട്ടറി ആണ്. പെട്ടെന്ന് നമ്മളെ സ്കിന്നിൽ അബ്സോർബ് ആവും കേട്ടോ. നമുക്ക് ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു, അതായത് നമുക്കൊരു ഇടങ്ങേറ് വരില്ല. അതായത് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങേറ് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഫേസിലിട്ടാൽ ഇട്ടിക്കണമല്ലോ എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത പ്രോഡക്റ്റാണ് കൂടുതലും ഞാൻ ഫോളോ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. സോ ഇതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളെ ഫൈനൽ പ്രോഡക്റ്റ് ഇത് ഒരു മേക്കപ്പ്. നമ്മൾ ഇത്രയും കാണിച്ചു സ്കിൻ കെയർ പ്രോഡക്റ്റ് അല്ലേ, പക്ഷേ ഇത് സ്കിൻ കെയർ ആണ്, പ്രൊട്ടക്ഷൻ ഉണ്ട്, ഓൾസോ മേക്കപ്പിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അതായത് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പോൺഡ് സെറം സൺസ്ക്രീൻ SPF 50 PA++, 2 പ്ലസ്സുകൾ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നയാസിനമൈഡ്, ഇതിൽ ഞാൻ പറഞ്ഞല്ലോ കെയറിങ് ഉണ്ട്, നമ്മൾ സ്കിൻ കെയർ ചെയ്യും. നയാസിനമൈഡ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പ്രൊട്ടക്ഷൻ ഉണ്ട്, SPF 50 PA++ വരുന്നുണ്ട്, 50 വരുന്നുണ്ട്. എല്ലാ സെറത്തിലും അങ്ങനെ 50 വരാറില്ല. സോ 50 വരും. നമ്മളിപ്പോൾ BB ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ 30 ആണ് BB ക്രീമിലൊക്കെ വരിക, 30 PA++ അങ്ങനെ വരാം. അപ്പോൾ ഇതിൽ 50 വരുന്നുണ്ട്. നമ്മളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്താൽ അത്രയും എഫക്റ്റീവായിട്ടുള്ള അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ തന്നെ ഇതും കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്താൽ കിട്ടുന്ന അതേ ഒരു പ്രൊട്ടക്ഷൻ ഇതും നമുക്ക് തരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ഉണ്ട്, നയാസിനമൈഡ് ഉണ്ടായതുകൊണ്ട് നമ്മളെ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. ഓൾസോ നമുക്ക് ഒരു എന്താ പറയുക, ഒരു സ്കിൻ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നും. നമ്മൾ പുറത്ത് പോകുമ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ ഒന്നും അപ്ലൈ ചെയ്യണമെന്നില്ല. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒലേ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇത് കുറച്ചുകൂടി നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഒലേ ക്രീമിലൊന്നും അത്ര പ്രൊട്ടക്ഷൻ, UV പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ, എത്രത്തോളം ഉണ്ടെന്നൊന്നും പറയില്ല. അപ്പോൾ അതിലൊന്നും അത്ര അങ്ങോട്ട് കണ്ടന്റ് ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ 50 ഉണ്ട് പ്രൊട്ടക്ഷൻ. കൂടാതെ നയാസിനമൈഡ് വരുന്നുണ്ട്, ഒരു സെറമാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പുറത്ത് പോകുന്ന സമയത്ത് നമ്മളെ ഫേസ് ഒന്ന് ഒരു റേഡിയൻറ്റ്, ഒരു ഗ്ലോ കിട്ടാനും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു സംഭവം കാണിച്ചു തരാം, അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അത്. ഒരാളിത് യൂസ് ചെയ്തിട്ട് കുറേ ഡബ്ബ അവർ വീട്ടിൽ വെച്ചിട്ടുണ്ട്. കാരണം അത്രയും എഫക്റ്റീവായിട്ടുള്ള പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്തൊക്കെ വിചാരിച്ചത്. ഞാനും യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതായത് ഒരു ഓൾ ഇൻ വൺ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ രീതിയിലും നമുക്ക് ഇത് ഭയങ്കര നമ്മളെ സ്കിന്ന് ഒരു റേഡിയൻറ്റ് ഗ്ലോ കിട്ടാനും, നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു റേഡിയൻറ്റ് ഗ്ലോ കിട്ടാനും നല്ല സ്മെല്ലാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്തവരാണെങ്കിൽ അതിൻ്റെ സ്മെല്ലാണ് ഇതിന് വന്നിട്ടുള്ളത്. ഓക്കെ, നല്ലൊരു ഗ്ലോ കിട്ടാനും അതേപോലെ തന്നെ നമ്മളെ സ്കിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനും നമ്മളെ സ്കിന്ന് കെയർ ചെയ്യാനും അതിൻ്റെ ഒരു ഇത് യൂസ് ചെയ്ത് അതായത് നമ്മൾ എവിടെയും പോയി വന്നാലും ഇതിൻ്റെ ഒരു റിസൾട്ട് നമ്മളെ സ്കിന്നിൽ കാണുന്നുണ്ട് കേട്ടോ. അതും എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നി. അതിൻ്റെ റിസൾട്ടും നമ്മളെ സ്കിന്നിൽ കാണുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇത് ഒരു ഡേ ക്രീം പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാ രീതിയിലും ഇത് മതി. ഓക്കെ, ഒരു ഓൾ ഇൻ വൺ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതാണ് പ്രോഡക്റ്റ്, പോൺസിൻ്റെതാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 290 റുപ്പീസാണ്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ
ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നോക്കാൻ വേണ്ടിയിട്ട്, ലിങ്ക് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് 200 അടുത്ത് അങ്ങനെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളൂ. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. 290 അങ്ങനെ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, പ്രൈസ് കുറവിൽ നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്. സോ ഇത്രയും പ്രോഡക്റ്റാണ് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു 5 പ്രോഡക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട് സ്കിൻ കെയറിൽ വന്നിട്ടുള്ള. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു കാലി ഡബ്യ വിത്ത് പ്രൂഫായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു സമയത്ത് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. സെയിൽ നടക്കുന്നുണ്ട്. 29th വരെയാണ് സെയിൽ വരുന്നത്. സോ ആരും മിസ്സാക്കണ്ട, പെട്ടെന്ന് തന്നെ പോയിട്ട് വാങ്ങിച്ചോ. ഇതെല്ലാം നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ ക്ലെൻസർ എങ്കിലും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്കിൻ കെയർ സ്റ്റെപ്പ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്യാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അഥവാ ഇല്ലെങ്കിൽ ഇതിൽ സ്റ്റാർട്ട് ചെയ്തോ. അടിപൊളി പ്രോഡക്റ്റ് ആണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ നിങ്ങൾ സ്കിൻ കെയറിലേക്ക് കാലെടുത്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവർക്കും ഈ ഒരു സെയിലിൻ്റെ സമയത്തൊക്കെ വാങ്ങിക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. സി യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.